അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ വെക്കേഷൻ ചാലഞ്ചിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അന്ന് നമ്മൾ പറഞ്ഞതെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ അല്ലാഹു തആലയുടെ 3 പവർഫുൾ ആയിട്ടുള്ള പേരാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും വരി ഇരിക്കി. ആരൊക്കെ തയ്യാറായി? ഞാൻ റെഡി. ഇന്ന് ഏതൊക്കെയാ പേരുകൾ ടീച്ചറെ? പേരൊക്കെ പഠിക്കാം, പക്ഷെ ഇന്നലെ തരാന്ന് പറഞ്ഞ മിഠായി എവിടെ? ആ ഹന്ന, നീ ഒന്ന് പറയുന്ന കേക്ക്. മിഠായിയൊക്കെ ഞാൻ വാങ്ങിത്തരാ. ഇത് എന്റെ കളിപ്പാട്ടമാണ്, ഞാനാണ് ഇതിന്റെ രാജാവ്. ഹന്ന, നീ ഈ കളിപ്പാട്ടത്തിന്റെ രാജാവാണെങ്കിലേ ഈ ലോകത്തിന്റെ മുഴുവനും രാജാവ് ആരാന്നറിയോ? അതാണ് അൽ മലിക്, യഥാർത്ഥ ഉടമസ്ഥൻ. അള്ളാഹുവിന്റെ 4ാമത്തെ പേരായ അൽ മലിക്, യഥാർത്ഥ ഉടമസ്ഥൻ, രാജാതിരാജൻ. മനസ്സിലായോ ടീച്ചറെ, അപ്പൊ നമ്മുടെ നാട്ടിലെ രാജാക്കന്മാരെ പോലെയല്ലേ? ഇല്ല മറിയം, ഭൂമിയിലുള്ള രാജാക്കന്മാരുടെ അധികാരം കുറച്ച് കാലം മാത്രമേ കാണുള്ളൂ. പക്ഷെ അല്ലാഹു തആല എന്താണ്? എപ്പോഴും രാജാവാണ്. ഈ ഭൂമിയും ആകാശവും സർവചരാചാരങ്ങളും അള്ളാഹുവിൻ്റെതാണ്. നമ്മൾ എന്തൊരു കാര്യം വേണമെങ്കിലും ഏറ്റവും വലിയ രാജാവായ അള്ളാഹുവിനോട് ചോദിക്കണം. അപ്പോ രാജാവിനോട് ചോദിച്ചാ എനിക്ക് വലിയൊരു ചോക്ലേറ്റ് കിട്ടുമോ ടീച്ചറെ? ഹന്ന, തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു തആല നമുക്ക് തീർച്ചയായിട്ടും നൽകും. മറിയം, കൈമലൊക്കെ പൊടിയാക്കുന്നുണ്ട്, വൃത്തി വേണം കേട്ടോ. നമ്മൾ അടുത്ത പേര് അള്ളാഹുവിന്റെ എന്താണ് പഠിക്കാൻ പോകുന്നത് അറിയോ? അൽ ഖുദ്ദൂസ്. അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പരിശുദ്ധനാണ്. ടീച്ചറെ, പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ് ടീച്ചറെ? ഹന്ന, പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് യാതൊരു കുറവുമില്ല. അല്ലാഹു തആല അങ്ങേയറ്റം ക്ലീൻ ആണ്. അല്ലാഹു തആലക്ക് വൃത്തിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരവും വസ്ത്രവും എപ്പോഴും വൃത്തിയാക്കിയിരിക്കണം. നമ്മുടെ മനസ്സും ചിന്തകളും എപ്പോഴും ശുദ്ധമായിരിക്കണം. മനസ്സിലായോ? ഓ, അൽ ഖുദ്ദൂസിന് വൃത്തിയില്ലാത്തവരെ ഇഷ്ടമില്ലല്ലേ? അപ്പൊ ഞാൻ ഈ മണ്ണായ കളിപ്പാട്ടങ്ങളൊക്കെ മാറ്റി വെക്കാം. മേലൊന്നും ഞാൻ ഇനി മണ്ണാക്കൂല. മക്കളെ, ആ ശബ്ദം കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അങ്ങനെ പേടി വരുമ്പോൾ അല്ലാഹു തആലയുടെ 6ാമത്തെ പേര് ഓർത്താ മതി. അസ്സലാം. അസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനം നൽകുന്നവൻ, രക്ഷകൻ, രക്ഷ നൽകുന്നവൻ. ഇപ്പൊ എനിക്ക് പേടിയില്ല. അസ്സലാം നമ്മുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ടീച്ചറെ, അപ്പൊ നമ്മൾ സലാം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടതാണോ ടീച്ചറെ? അതേ മോളെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ രക്ഷ ഉണ്ടാവട്ടെ എന്ന്. പേടി ഉണ്ടാവുമ്പോഴോ ഭയം ഉണ്ടാവുമ്പോഴോ അല്ലാഹു തആലയുടെ ഈ പേര് ഓർത്താൽ മതി. അല്ലാഹു തആല നമുക്ക് സമാധാനവും സംരക്ഷണവും നൽകും. അപ്പൊ മക്കളെ, അസ്സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മളെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കും. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം എന്നുള്ള പേര് എല്ലാവരും പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത അള്ളാഹുവിന്റെ പേരുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കേ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ടീച്ചറെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ടീച്ചറെ.